സരസ്വതീ നമസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. എല്ലാവർക്കും നമസ്കാരം. അധ്യാത്മരാമായണം കിളിപ്പാട്ട് യുദ്ധകാന്ഡം അയോധ്യ പ്രവേശം മുതൽ യുദ്ധകാന്ഡം സമാപ്തം വരെയുള്ള ഭാഗത്തിൻ്റെ സാരം. ഭരതൻ ശത്രുഘ്നനെ വിളിച്ച് ശ്രീരാമൻ്റെ സ്വീകരണത്തിന് വേണ്ടത് ചെയ്യാൻ ചുമതലപ്പെടുത്തി. സംപൂജ്യനായ ശ്രീരാമൻ എഴുന്നള്ളുമ്പോൾ രാജ്യം മുഴുവൻ അലങ്കരിക്കണം. എല്ലാ ക്ഷേത്രങ്ങളിലും ബലിപൂജയും ദീപാവലിയും ഏർപ്പാട് ചെയ്യണം. സൂതന്മാർ, വൈതാലികർ, വന്ദികൾ, സ്തുതിപാഠകന്മാർ മുതലായവർ എല്ലാം ഹാജരാകണം. എല്ലാ തരത്തിലുള്ള വാദ്യങ്ങളും മേളത്തിനുണ്ടാകണം. അർഘ്യപാദ്യാദികൾ ഒരുക്കിയിരിക്കണം. രാജ്യതാരങ്ങൾ, മന്ത്രിമാർ, ആന, കുതിര, തേര്, കാലാൾപ്പട അണിഞ്ഞൊരുങ്ങിയ വാരനാരികൾ എല്ലാവരും സ്വീകരണത്തിൽ പങ്കെടുക്കണം. കൊടിമരങ്ങളിലെല്ലാം കൊടിക്കൂറ തൂക്കണം. വഴികളെല്ലാം അടിച്ചു തളിപ്പിക്കണം. നഗര കവാടത്തിൽ പൂർണ്ണകുംഭങ്ങളും ധൂപവും ദീപവും നിരത്തണം. താപസന്മാർ, ബ്രാഹ്മണർ, സാമന്ത രാജാക്കന്മാർ എന്നിവരെല്ലാം ഇവിടെ സന്നിഹിതരാകണം. അപാലവൃതം പൗരജനങ്ങളെയും ശ്രീരാമദർശനത്തിനായി എത്തിക്കണം. ഇപ്രകാരം ഭരതൻ നിശ്ചയിച്ച ചുമതലകൾ എല്ലാം ശത്രുഘ്നൻ നടപ്പിലാക്കി. അത്ഭുതകരമാംവിധം നഗരം അലങ്കരിച്ചു. ശ്രീരാമദേവനെ കാണാനായി ജനങ്ങൾ അയോധ്യയിൽ വന്നു നിറഞ്ഞു. 10,000 കൊമ്പനാനകൾ, 10,000 തേരുകൾ, 100,000 കുതിരകൾ, 5,00,000 കാലാൾപ്പട എന്നിവയെല്ലാം വന്നു നിരന്നു. ശ്രീരാമനെ കാണാൻ പല്ലക്കുകളിൽ കയറി ആകാംക്ഷയോടെ രാജസ്ത്രീകൾ എത്തി. ശ്രീരാമപാദുകങ്ങൾ ശിരസിലേന്തി കാൽനടയായി ഭരതൻ വന്നു. ശത്രുഘ്നൻ ആദരപൂർവ്വം ഭരതനെ അനുഗമിച്ചു. അപ്പോൾ പൂർണ്ണചന്ദ്രനെപ്പോലെ ശോഭയുള്ള പുഷ്പവിമാനം അകലെ ആകാശത്തിൽ മനോഹരമായി പ്രത്യക്ഷമായി. അത് കണ്ടിട്ട് ഹനുമാൻ കൗതുകത്തോടെ പൗരജനങ്ങളോട് പറഞ്ഞു, ബ്രഹ്മനിർമ്മിതമായ പുഷ്പവിമാനത്തിൽ സീത, ലക്ഷ്മണൻ, സുഗ്രീവൻ, രാക്ഷസനായകനായ വിഭീഷണൻ, സൈന്യം എന്നിവരോടൊപ്പം ശ്രീരാമൻ അതാ വരുന്നു. പുരുഷോത്തമനും ആനന്ദസ്വരൂപനും പത്മാക്ഷനുമായ പരമ്പൊരുളിനെ നിങ്ങൾ കണ്ടുകൊള്ളുവിൻ. അപ്പോൾ ജനങ്ങളുടെ സന്തോഷസൂചകമായ ഗംഭീരവും ശക്തവുമായ ശബ്ദം ആകാശമണ്ഡലത്തോളം എത്തി. ബാലന്മാർ, വൃദ്ധന്മാർ, സ്ത്രീകൾ, യുവതീ യുവാക്കൾ മുതലായവരുടെ ആഹ്ലാദാരവം പറഞ്ഞറിയിക്കാവുന്നതല്ല. ആനപ്പുറത്തും കുതിരപ്പുറത്തും തേരിലും ഇരുന്നവർ നിലത്തിറങ്ങി. മനോഹരമായ പുഷ്പവിമാനത്തിൻ്റെ മുൻഭാഗത്തിരുന്ന ജഗൽക്കാരണഭൂതനായ ശ്രീരാമനെ കണ്ട ഭരതൻ മേരുപർവ്വതത്തിൻ്റെ മുകളിൽ ശോഭയോടെ ഉദിച്ചുയർന്ന സൂര്യനെ കണ്ട പോലെ ആദരപൂർവ്വം വണങ്ങി. ചിൽപുരുഷനായ ശ്രീരാമൻ്റെ ആജ്ഞയനുസരിച്ച് വിമാനം പതുക്കെ താണു. ആനന്ദബാഷ്പം ചൊരിഞ്ഞുകൊണ്ട് ഭരതനും ശത്രുഘ്നനോടൊന്നിച്ച് വിമാനത്തിൽ കയറി. തൻ്റെ പാദത്തിൽ വീണ് നമസ്കരിച്ച അനുജന്മാരെ ശ്രീരാമൻ മടിയിൽ പിടിച്ചിരുത്തി. വളരെ കാലത്തിന് ശേഷം കണ്ട സഹോദരന്മാരെ മുറുകെ പുണർന്ന് തഴുകി. ധാരയായി പ്രവഹിച്ച ആനന്ദക്കണ്ണീർ അവരുടെ ശിരസിൽ ചൊരിഞ്ഞു. ഇങ്ങനെ വാത്സല്യപൂരം ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്നതിനിടയിൽ ലക്ഷ്മണൻ ഭരതൻ്റെ പാദനമസ്കാരം ഭക്തിപൂർവ്വം നടത്തി. ശത്രുഘ്നൻ ലക്ഷ്മണൻ്റെ കാൽ തൊട്ട് വന്ദിച്ചു. ഭരതനും ശത്രുഘ്നനും സീതാദേവിയുടെ പാദത്തിൽ വീണു വണങ്ങി. സുഗ്രീവൻ, അംഗദൻ, ജാമ്പവാൻ, നീലൻ, മൈന്ദൻ, വിവിധൻ, സുഷേണൻ, താരൻ, ഗജൻ, ഗവയൻ, ഗവാക്ഷൻ, നളൻ, വൃഷഭൻ, ശരഭൻ, പനസൻ, ശൂരൻ, വിനതൻ, വികടൻ, ദതിമുഖൻ, കുമുദൻ, ശതവലി, ദുർമുഖൻ, വേഗദർശി, സുമുഖൻ, ഗന്ധമാദനൻ, കേസരി തുടങ്ങിയ വാനരനായകന്മാരെയെല്ലാം ഭരതശത്രുഘ്നന്മാർ ആനന്ദപൂർവ്വം ആലിംഗനം ചെയ്തു. ഹനുമാന്റെ വാക്കുകൾ കേട്ട് ഭരതനും പുരുഷവേഷം ധരിച്ച വാനരന്മാരും സന്തോഷപൂർവ്വം കുശലങ്ങൾ അന്വേഷിച്ചുകൊണ്ട് അവിടെ കഴിഞ്ഞു. സുഗ്രീവനെ സ്നേഹപൂർവ്വം മാറോടണച്ച് തൊണ്ടയിടറിക്കൊണ്ട് ഭരതൻ പറഞ്ഞു, അങ്ങയുടെ സഹായത്തോടെയാണ് ശ്രീരാമൻ അഹങ്കാരിയായ രാവണനെ വധിച്ചത്. ദശരഥന് 4 മക്കളുണ്ട്. ഇപ്പോൾ അങ്ങും കൂടി ചേർന്ന് അദ്ദേഹത്തിന് 5 മക്കളുണ്ട്. അങ്ങ് ഞങ്ങളുടെ 5ാമത്തെ സഹോദരനുമായി. ഇക്കാര്യത്തിൽ ഒട്ടും സംശയമില്ല. ശോകാതുരയായ കൗസല്യയുടെ പാദങ്ങളിൽ ശ്രീരാമൻ ഭക്തിപൂർവ്വം നമസ്കരിച്ചു. മകനെ മുറുകെ പുണർന്ന കൗസല്യയുടെ മുലകൾ ചുരന്നു. കൈകേയി, സുമിത്ര, മറ്റു മാതൃജനങ്ങൾ എന്നിവരുടെ പാദങ്ങളും ശ്രീരാമൻ വണങ്ങി. അവരെല്ലാം സന്തോഷപൂർവ്വം ശ്രീരാമനെ തഴുകി. ലക്ഷ്മണനും അമ്മമാരെ തൊഴുതു. അവരെല്ലാം ലക്ഷ്മണനെയും ആശ്ലേഷിച്ചു. തങ്ങളെ വണങ്ങിയ സീതാദേവിയെ മാതൃജനങ്ങൾ സന്തോഷത്തോടെ ആലിംഗനം ചെയ്തു. സീത അവരെയും പുണർന്നു. സുഗ്രീവൻ തുടങ്ങിയ വാനരന്മാരും അമ്മമാരെ തൊഴുതു. തൊട്ടടുത്ത് താര വിനയപൂർവ്വം വണങ്ങിക്കൊണ്ടു നിന്നു. ഭക്തിപരവശനായ ഭരതൻ താൻ പൂജിച്ചുകൊണ്ടിരുന്ന ശ്രീരാമപാദുകങ്ങൾ ശ്രീരാമൻ്റെ പാദങ്ങളിൽ ഭക്തിപൂർവ്വം സമർപ്പിച്ചിട്ട് വീണ് നമസ്കരിച്ചതിന് ശേഷം ഇങ്ങനെ പറഞ്ഞു, മുമ്പ് എന്നെ ഏൽപ്പിച്ച അങ്ങയുടെ രാജ്യം ഇന്ന് ആദരപൂർവ്വം സംപൂജ്യനായ അങ്ങേക്ക് സമർപ്പിക്കുന്നു.
ഇന്നെൻ്റെ ജന്മം സഫലമായി. അടിയൻ ഇന്ന് കൃതാർത്ഥനായി. എൻ്റെ ആഗ്രഹമെല്ലാം ഇന്ന് നിറവേറി. കർമ്മങ്ങൾക്കും സാഫല്യമുണ്ടായി. അതിനാൽ ഞാൻ ധന്യനായി. രാജഭണ്ഡാരം അന്ന് ഉണ്ടായിരുന്നതിൻ്റെ 10 മടങ്ങ് വർദ്ധിച്ചു. ആന, കുതിര, തേര് ഇവയ്ക്കൊന്നും കുറവുണ്ടായിട്ടില്ല. പണ്ടത്തേക്കാൾ 10 മടങ്ങ് അവയും വർദ്ധിച്ചിട്ടുണ്ട്. അവിടുത്തെ കാരുണ്യം കൊണ്ടാണ് ഞാൻ ഇന്നുവരെ രാജ്യം പരിപാലിച്ചത്. ഇനി ഈ രാജ്യം ഉപേക്ഷിക്കാൻ അങ്ങയ്ക്ക് കഴിയുകയില്ല. കാരുണ്യവാരിധിയായ അങ്ങ് ഇനി ഈ രാജ്യത്തെയും ഈ ലോകത്തെയും ഞങ്ങളെയും പരിപാലിച്ചു കൊള്ളുക. ഞങ്ങൾക്ക് മറ്റൊരു ആശയമില്ല. രാജ്യാഭിഷേകം. ഇങ്ങനെ പറഞ്ഞ ഭരതനെ സർവരും വളരെ പ്രശംസിച്ചു. ജനങ്ങളാൽ ബഹുമാനിതനും സന്തുഷ്ടനുമായ ശ്രീരാമൻ ആഹ്ലാദത്തോടെ വിമാനത്തിൽ കയറി നന്ദിഗ്രാമത്തിലെ ഭരതാശ്രമത്തിൽ ചെന്ന് പതുക്കെ നിലത്തിറങ്ങി. പുഷ്പകവിമാനത്തെ ആദരിച്ചുകൊണ്ട് ജ്ഞാനസ്വരൂപനായ ശ്രീരാമൻ പറഞ്ഞു: നീ പോയി പഴയതുപോലെ സന്തോഷപൂർവ്വം കുബേരൻ്റെ വാഹനമായി ഇരിക്കുക. ഞാൻ നിന്നെ വിചാരിക്കുന്ന സമയത്ത് എൻ്റെ സമീപത്ത് എത്തണം. അതിനാരും തടസ്സമുണ്ടാക്കുകയില്ല. പുഷ്പകം ശ്രീരാമനെ വന്ദിച്ചതിന് ശേഷം അളകാപുരിയിലേക്ക് പോയി. ലക്ഷ്മണനോടൊപ്പം ചെന്ന് ശ്രീരാമചന്ദ്രൻ കുലഗുരുവായ വസിഷ്ഠൻ്റെ പാദങ്ങളിൽ നമസ്കരിച്ചു. വസിഷ്ഠൻ രാമലക്ഷ്മണന്മാരെ ആശീർവദിച്ചതിന് ശേഷം വിശിഷ്ടമായ ആസനം നൽകി. ഗുരുവിൻ്റെ അനുവാദത്തോടെ ശ്രീരാമൻ നിരത്ത് വിരിച്ച ഭദ്രാസനത്തിൽ ഇരുന്നു. അപ്പോൾ ഭരതനും കൈകേയിയും ബ്രഹ്മപുത്രനായ വസിഷ്ഠനും വാമദേവൻ തുടങ്ങിയ മഹർഷിമാരും ബ്രാഹ്മണ ശ്രേഷ്ഠന്മാരും മന്ത്രിമാരും അങ്ങ് രാജ്യത്തെ രക്ഷിക്കുക എന്ന് അഭ്യർത്ഥിച്ചു. അപ്പോൾ ബ്രഹ്മസ്വരൂപനും ആത്മാരാമനും ഈശ്വരനും ജനനമരണാദികളില്ലാത്തവനും നിർമ്മലനും നിത്യനും നിരുപമനും അദ്വയനും നിർമ്മമനും നിഷ്കളനും നിർഗുണനും അവ്യയനും ചിന്മയനും ചരാചരങ്ങളുടെ ഉള്ളിൽ വസിക്കുന്നവനും സത്യസ്വരൂപനും സനാതനനും തൻ്റെ മഹാമായ കൊണ്ട് സർവ്വലോകങ്ങളെ സൃഷ്ടിച്ച് രക്ഷിച്ച് സംഹരിക്കുന്നവനുമായ ശ്രീരാമൻ ഇപ്രകാരം അവർ പറഞ്ഞത് കേട്ട് മന്ദഹാസത്തോടെ ഇങ്ങനെ പറഞ്ഞു: നിങ്ങൾക്കാർക്കും ദുഃഖം വേണ്ട. ഞാൻ അയോധ്യാധിപതിയാകാം. അതിനു വേണ്ടതെല്ലാം ഒരുക്കിക്കൊള്ളുക. ശ്രീരാമൻ്റെ അനുമതി ലഭിച്ചപ്പോൾ ശത്രുഘ്നൻ സന്തോഷത്താൽ കണ്ണീരൊഴുക്കിക്കൊണ്ട് ശുരകന്മാരെ വരുത്തി. എല്ലാവരും അഭിഷേകത്തിന് വേണ്ടതെല്ലാം സസന്തോഷം സംഭരിക്കാൻ തുടങ്ങി. ലക്ഷ്മണനും ഭരതനും വിഭീഷണനും സുഗ്രീവനും ജടക്കെട്ടെല്ലാം മുറിച്ചു മാറ്റി. എല്ലാവരും ആഹ്ലാദത്തോടെ കുളിച്ച് ദിവ്യവസ്ത്രങ്ങൾ ധരിച്ച് മാലയും കുരുക്കൂട്ടുമണിഞ്ഞ് ഉത്സാഹഭരിതരായി. ശ്രീരാമനും ലക്ഷ്മണനും സന്തോഷത്തോടെ അലങ്കാരങ്ങൾ അണിഞ്ഞു. അനുരൂപമായ കുണ്ടലം തുടങ്ങിയ ആഭരണങ്ങൾ ഭരതൻ സമർപ്പിച്ചു. സീതാദേവിയെ രാജസ്ത്രീകൾ സന്തോഷത്തോടും ബഹുമാനത്തോടും കൂടി അണിയിച്ചൊരുക്കി. വാനര സ്ത്രീകൾക്കുള്ള അലങ്കാര വസ്തുക്കളെല്ലാം കൗസല്യ നൽകി. അപ്പോൾ സുമന്ത്രർ മഹാരഥം നന്നായി അലങ്കരിച്ച് തയ്യാറാക്കി നിർത്തി. രാജരാജനും മനുവീരനും ദയാപരനുമായ ശ്രീരാമൻ രാജകീയമായ രഥത്തിൽ കയറി. സുഗ്രീവൻ, അംഗദൻ, ഹനുമാൻ, വിഭീഷണൻ എന്നിവർ ദിവ്യവസ്ത്രങ്ങൾ ധരിച്ച് അലങ്കാരങ്ങളുമണിഞ്ഞ് ദിവ്യങ്ങളായ ആന, കുതിര എന്നിവയിൽ കയറി ശ്രീരാമന് അകമ്പടി സേവിച്ചു. സീത, സുഗ്രീവപത്നിമാർ, വാനര സ്ത്രീകൾ എന്നിവർ മറ്റു വാഹനങ്ങളിൽ കയറി സൈന്യം, ശംഖനാദം, ഗംഭീര വാദ്യഘോഷങ്ങൾ എന്നിവയുടെ അകമ്പടിയോടെ പിന്നിൽ സഞ്ചരിച്ചു. ശ്രീരാമൻ കയറിയ തേര് തെളിച്ചത് ഭരതനായിരുന്നു. വെഞ്ചാമരം വീശിയത് വിഭീഷണനും വെൺകറ്റക്കൂട പിടിച്ചത് ശത്രുഘ്നനും ആലവട്ടം വീശിയത് ലക്ഷ്മണനും ആയിരുന്നു. മനുഷ്യവേഷം ധരിച്ച 10,000 വാനര നായകന്മാർ ആനപ്പുറത്ത് കയറി അകമ്പടി സേവിച്ചു. ശ്രീരാമൻ്റെ എഴുന്നള്ളത്ത് കാണാനായി സ്ത്രീകൾ മാളികകളിൽ കയറി. കണ്ണിന് ആനന്ദം പകരുന്ന പുണ്യപുരുഷനായ ശ്രീരാമനെ കണ്ടിട്ട് സ്ത്രീകൾ വീട്ടുകാര്യങ്ങൾ മറന്ന് മോഹപരവശരായി നിന്നുപോയി. ശ്രീരാമൻ മെല്ലെ മെല്ലെ ഇന്ദ്രതുല്യമായ പൃഥുഗ്രഹത്തിലെത്തി അമ്മയെയും മറ്റു പൃഥുപത്നിമാരെയും വണങ്ങി. അനന്തരം ഭരതനോട് പറഞ്ഞു: സുഗ്രീവനും വിഭീഷണനും വാനരനായകന്മാർക്കും സുഖമായി താമസിക്കുന്നതിന് വെവ്വേറെ ഗ്രഹങ്ങൾ വേഗം ഏർപ്പാട് ചെയ്ത് അവരെയെല്ലാം യഥോചിതം പാർപ്പിക്കുക. അതനുസരിച്ച് ഭരതൻ എല്ലാവർക്കും വീടുകൾ ഏർപ്പാട് ചെയ്തു. അനന്തരം ഭരതൻ സുഗ്രീവനോട് പറഞ്ഞു: അംഗദാദികളുടെ സഹായത്തോടുകൂടി നീ ഇപ്പോൾ തന്നെ ജ്യേഷ്ഠൻ്റെ അഭിഷേകകർമ്മം മംഗളകരമായി വിധിപ്രകാരം നടത്തണം. അഭിഷേകത്തിനു വേണ്ടി 4 സമുദ്രത്തിൽ നിന്നും തീർത്ഥം ഉടനെ വരുത്തുക. അതാണ് ആദ്യം ചെയ്യേണ്ടത്. ജാംബവാൻ, ഹനുമാൻ, അംഗദൻ, സുഷേണൻ എന്നിവർ പോയി സ്വർണ്ണ കലശങ്ങളിൽ തീർത്ഥജലം നിറച്ച് ചന്ദനമരത്തിൻ്റെ ഇല കൊണ്ട് വായകെട്ടി ഉടനെ കൊണ്ടുവരിക. അവർ പോയി അതെല്ലാം വേഗം കൊണ്ടുവന്നു. പുണ്യനദികളിലെയും പുഷ്കരം മുതലായ മറ്റു തീർത്ഥങ്ങളിലെയും ജലവും എത്തിച്ചു. അഭിഷേകത്തിനുള്ള മറ്റു പദാർത്ഥങ്ങൾ വാനരന്മാർ സംഭരിച്ചു. ശത്രുഘ്നനും മന്ത്രിമാരും ചേർന്ന് അഭിഷേകത്തിന് വേണ്ട നെയ്യ്, പാൽ മുതലായ ശുദ്ധപദാർത്ഥങ്ങൾ ശേഖരിച്ചു. രത്നസിംഹാസനത്തിൽ ശ്രീരാമനെയും അദ്ദേഹത്തിൻ്റെ ഇടതുഭാഗത്തായി സീതാദേവിയെയും ഇരുത്തി. വാമദേവൻ, ജാബാലി, ഗൗതമൻ, വാൽമീകി
എന്നീ മഹർഷിമാരോടൊത്ത് കുലഗുരുവായ വസിഷ്ഠൻ ബ്രാഹ്മണജ്യേഷ്ഠന്മാരുടെ സഹായത്തോടെ ശ്രീരാമചന്ദ്രന് അഭിഷേകം നടത്തി. 1008 സ്വർണ്ണക്കുടങ്ങൾ വെച്ച് വിധിപ്രകാരം വൈദികർ വേദമന്ത്രങ്ങൾ ജപിച്ചു. വിഭീഷണനും സുഗ്രീവനും രത്നക്കൈപ്പിടിയുള്ള വെഞ്ചാമരം വീശി. ശത്രുഘ്നൻ വെൺകൊറ്റക്കൊട പിടിച്ചു. സാമന്തരായ ക്ഷത്രിയ രാജാക്കന്മാർ ഉപചാരങ്ങൾ ചെയ്തു. ലോകപാലന്മാർ, ഉപദേവതകൾ എന്നിവർ ആകാശത്തിൽ നിന്ന് ശ്രീരാമനെ സ്തുതിച്ചു. ദേവേന്ദ്രൻ വായുഭഗവാൻ വശം ശ്രീരാമന് ഒരു ദിവ്യഹാരം കൊടുത്തയച്ചു. സർവരത്നങ്ങളാലും ഉജ്ജ്വലപ്രഭയുള്ള ആ മാല ശ്രീരാമൻ ധരിച്ചു. ഗന്ധർവന്മാർ, യക്ഷന്മാർ, അപ്സരസുകൾ എന്നിവർ ശ്രീരാമനെ സ്തുതിച്ചു. ദേവന്മാർ പൂർണ്ണഭക്തിയോടെ പുഷ്പവൃഷ്ടി നടത്തി കാരുണ്യനിധിയായ ശ്രീരാമനെ ആദരിച്ചു. ദുർവാദള ശ്യാമളനും കോമളനും പത്മാക്ഷനും സൂര്യകോടിപ്രഭനും ഹാരകിരീടാദികളാൽ ശോഭിതനും കാമദേവനെപ്പോലെ സുന്ദരനും മനോഹരനും പീതാംബരമുടുത്ത് ശോഭിക്കുന്നവനും ഭൂമിയെ ഉദ്ധരിച്ചവനും ഇടതുമടിത്തട്ടിൽ ഇരുത്തിയിരിക്കുന്ന സീതയോടുകൂടിയവനും രാജരാജേന്ദ്രനും രഘുകുലനായകനും സൂര്യവംശജാതനും രാവണാന്തകനും ദയാപരനും ഭക്തർക്ക് സേവിക്കാൻ യോഗ്യനും അവരുടെ അഭീഷ്ടങ്ങൾ നൽകുന്നവനുമായ ശ്രീരാമചന്ദ്രനെ ഞങ്ങൾ വന്ദിക്കുന്നു. അപ്പോൾ പാർവതീദേവിയോടൊപ്പം ശ്രീ പരമേശ്വരനും അവിടെ എത്തി ശ്രീരാമനെ സ്തുതിച്ചു. ശക്തിയുക്തനും ശ്യാമള കോമള രൂപനും അനന്തനിൽ ശയിക്കുന്നവനും സിംഹാസനത്തിൽ ഇരിക്കുന്നവനുമായ ശ്രീരാമദേവ, അങ്ങയ്ക്ക് നമസ്കാരം. ഹാരകിരീടധാരിയും ആദിമധ്യാന്തഹീനനും വേദാന്തവേദ്യനും വിഷ്ണുവും നിത്യനുമായ അങ്ങയ്ക്ക് നമസ്കാരം. ശിവന്റെ സ്തുതിക്ക് ശേഷം ഇന്ദ്രൻ ഭക്തിപൂർവ്വം ഇങ്ങനെ സ്തുതിച്ചു. ബ്രഹ്മാവിൻ്റെ വരം കൊണ്ട് അഹങ്കാരിയായി തീർന്ന ദുഷ്ടനായ രാവണൻ എൻ്റെ സ്ഥാനമെല്ലാം കൈയടക്കി. മഹായുദ്ധത്തിൽ അവൻ്റെ മകൻ എന്നെ ബന്ധിച്ചു. അങ്ങയുടെ അനുഗ്രഹത്താൽ അവൻ വധിക്കപ്പെട്ടതോടെ ഇപ്പോൾ എനിക്ക് സൗഖ്യം ലഭിച്ചു. അന്നുണ്ടാകുന്ന ഇത്തരം ആപത്തുകളെല്ലാം തീർത്ത് രക്ഷിക്കുന്നതിന് അങ്ങയെപ്പോലെ ഇത്രയും കാരുണ്യം മറ്റാർക്കും ഇല്ലെന്ന് ഞാൻ പറയേണ്ടതില്ലല്ലോ. അങ്ങയുടെ കാരുണ്യമല്ലാതെ മറ്റൊരാശയം എനിക്കില്ല. ആദിത്യൻ, രുദ്രൻ, വസുക്കൾ, ദേവശ്രേഷ്ഠന്മാർ എന്നിവരും രാക്ഷസകുലാന്തകനായ ശ്രീരാമചന്ദ്രനെ പ്രത്യേകം പ്രത്യേകം സ്തുതിച്ചു. അജ്ഞാനിയായ രാവണൻ യജ്ഞഭാഗങ്ങളെല്ലാം അപഹരിച്ചു. അങ്ങയുടെ കാരുണ്യം കൊണ്ട് അതെല്ലാം ഞങ്ങൾക്ക് വീണ്ടുകിട്ടി. ഈശ്വര, ഇതോടെ ഞങ്ങളുടെ ദുഃഖങ്ങളെല്ലാം തീർന്നു. ജൽപുരുഷനായ ഭഗവാനെ, അങ്ങയുടെ പാദപത്മം നിത്യവും ഭജിക്കുന്നതിന് അവിടുന്ന് അനുഗ്രഹിക്കണമേ. രാജീവനേത്രനും സീതാഭിരാമനും ലോകാഭിരാമനുമായ അങ്ങയ്ക്ക് നമസ്കാരം. പിതൃക്കൾ ഭക്തിപൂർവ്വം ശ്രീരാമനെ മനസ്സഴിഞ്ഞ് സ്തുതിച്ചു. ദുഷ്ടനായ രാവണനെ അങ്ങ് വധിച്ചതിനാൽ ഞങ്ങൾ സന്തുഷ്ടരായി. 3 ലോകത്തിലും ഐശ്വര്യം വർദ്ധിച്ചു. അഭീഷ്ടലാഭത്താൽ ഇനി യാഗങ്ങൾ നടക്കും. പിണ്ടോദകങ്ങൾ ഭക്ഷിക്കാൻ കഴിഞ്ഞതോടെ പിണ്ടോദങ്ങൾ ലഭിച്ചു കഴിഞ്ഞതോടെ എന്നു ആവാം ഞങ്ങളുടെ ദുഃഖവും തീർന്നു. രാക്ഷസവംശം നശിപ്പിച്ച ശ്രീരാമചന്ദ്രനെ അനന്തരം യക്ഷന്മാർ സ്തുതിച്ചു. രാക്ഷസ രാജാവിനെ, അതായത് രാവണനെ വധിച്ചതിനാൽ ഞങ്ങളും സുരക്ഷിതരായി തീർന്നു. ഗരുഡവാഹനനും പാപനാശകനുമായ ഭഗവാനെ, ഞങ്ങളെ രക്ഷിച്ചാലും അങ്ങയ്ക്ക് നമസ്കാരം. രാവണാന്തകനായ ശ്രീരാമനെ ഗന്ധർവന്മാർ സ്തുതിച്ചത് ഇങ്ങനെയാണ്. മതാന്തനായ രാവണനെ ഭയന്ന് ഞങ്ങൾ ഒളിച്ചു നടന്നു. ഇന്നു മുതൽ അങ്ങയുടെ വിശിഷ്ട ചരിതം എല്ലായ്പ്പോഴും പ്രകീർത്തിച്ചുകൊണ്ട് നിർഭയരായി സഞ്ചരിക്കാം. അങ്ങയുടെ പാദകമലങ്ങൾ നിത്യവും ഞങ്ങൾ നമസ്കരിക്കുന്നു. മനോഹരമായ രീതിയിൽ കിന്നരന്മാർ ശ്രീരാമനെ സ്തുതിച്ചു. ദുർനയക്കാരനായ രാവണനെ വധിച്ച് ഞങ്ങളെ രക്ഷിച്ച അങ്ങയെ ഭജിക്കാൻ ഞങ്ങൾക്ക് അവസരമുണ്ടായത് അങ്ങയുടെ കാരുണ്യം കൊണ്ട് മാത്രമാണ്. അനന്തശായിയായ അങ്ങയുടെ പാദകമലങ്ങൾ ഞങ്ങൾ വീണ്ടും വീണ്ടും വന്ദിക്കുന്നു. കിംപുരുഷന്മാർ പരമപുരുഷനായ ശ്രീരാമൻ്റെ പാദകമലങ്ങൾ ഭക്തിപൂർവ്വം ധ്യാനിച്ചിട്ട് ഇങ്ങനെ സ്തുതിച്ചു. രാവണൻ എന്ന പേര് കേൾക്കുമ്പോൾ തന്നെ ഞങ്ങൾ മയന്നുറച്ച് ഒളിച്ചു കഴിയുകയായിരുന്നു. ആകാശമാർഗത്തിലൂടെ ഞങ്ങൾക്ക് നടക്കാൻ കഴിഞ്ഞിരുന്നില്ല. ഇനി എപ്പോഴും അങ്ങയുടെ പാദപത്മം ഭജിക്കാൻ കഴിയണം. തങ്ങളുടെ ആഗ്രഹം സിദ്ധിച്ചതിലുള്ള സന്തോഷത്തോടെ സിദ്ധന്മാർ ശ്രീരാമനെ പ്രകാരം പ്രകീർത്തിച്ചു. യുദ്ധത്തിൽ രാവണനെ കൊന്ന് ഞങ്ങളുടെ ഭയം ഇല്ലാതാക്കിയ കാരുണ്യവാരിധിയായ ഭഗവാനെ, ചെന്താമരപ്പൂ പോലെ ശോഭയുള്ള അങ്ങയുടെ പാദം ഞങ്ങൾ നിത്യവും നമസ്കരിക്കുന്നു. വളരെ ആദരവോടെ വിദ്യാധരന്മാർ ഗദ്യത്തിലും പദ്യത്തിലുമുള്ള സ്തുതികൾ ചൊല്ലി വിദ്വാൻമാർക്ക് പോലും മനസ്സിലാക്കാൻ കഴിയാത്തവനും തത്വസ്വരൂപനും പരമാത്മാവുമായ ശ്രീരാമനെ നമസ്കരിച്ചു. സുന്ദരികളായ അപ്സരസുകൾ, ചാരണന്മാർ, നാഗങ്ങൾ, മരുത്തുകൾ, തുമ്പുരു, നാരദൻ, മുഖ്യകന്മാർ, ആകാശസഞ്ചാരികളായ മറ്റുള്ളവർ എന്നിവരെല്ലാം വ്യക്തമായ അക്ഷരങ്ങളുള്ള മനോഹര ഗീതങ്ങളാൽ വളരെ സന്തോഷത്തോടെ ഭഗവാനെ സ്തുതിച്ചു. അനന്തരം എല്ലാവരും ശ്രീരാമചന്ദ്രൻ്റെ അനുഗ്രഹത്താൽ ആഗ്രഹങ്ങൾ സഫലമായതിലുള്ള സന്തോഷത്തോടെ അവരവരുടെ ഭവനങ്ങളിലെത്തി താരക ബ്രഹ്മത്തെ ധ്യാനിച്ച് ദുഃഖങ്ങളെല്ലാം അകന്ന് വസിച്ചു.
സച്ചിദാനന്ദ സ്വരൂപനും അച്യുതനും അദ്വയനും ഏകനും അനാമയനുമായ ഭഗവാന്റെ പാദകമലങ്ങൾ ധ്യാനിച്ചുകൊണ്ട് ജഗത്രയവാസികളെല്ലാം ഭക്ത്യാദരങ്ങളോടെ കഴിഞ്ഞുകൂടി. സിംഹപരാക്രമനും സീതാസമേതനും സൂര്യകോടിപ്രഭനുമായ ശ്രീരാമൻ സഹോദരന്മാർ, വാനരന്മാർ, താപസന്മാർ, രാക്ഷസന്മാർ, ബ്രാഹ്മണർ എന്നിവരാൽ പരിസേവിതനായി സിംഹാസനത്തിൽ ഇരിക്കുമ്പോൾ അഭിഷേകതീർത്ഥം കൊണ്ട് നനഞ്ഞതും ശ്യാമള കോമളവും സ്വർണത്തിൻ്റെ ശോഭയുള്ളതും ചന്ദ്രബിംബ സമാനമായ മുഖത്തോടു കൂടിയതും മനോഹരമായ നീണ്ട കൈകളുള്ളതും ചന്ദ്രിക പോലുള്ള പുഞ്ചിരി കൊണ്ട് ഉജ്ജ്വലമായതും ധ്യാനിക്കുന്നവർക്ക് അഭീഷ്ടങ്ങളെല്ലാം നൽകുന്നതുമായ ഭഗവാന്റെ രൂപം കണ്ട് എല്ലാവരും ആനന്ദിച്ചു. ഇനി വാനരാദികൾക്ക് അനുഗ്രഹം. ലോകനാഥനായ ശ്രീരാമൻ്റെ ഭരണകാലത്ത് സർവ്വസത്യങ്ങളെ കൊണ്ടും ഭൂമി സമ്പന്നമായി. എല്ലാ വീടുകളിലും ഉത്സവത്തിൻ്റെ പ്രതീതി അനുഭവപ്പെട്ടു. വൃക്ഷങ്ങളിൽ നല്ല സ്വാദുള്ള പഴങ്ങൾ ധാരാളമുണ്ടായി. ദുർഗന്ധ പുഷ്പങ്ങൾ ഉണ്ടാകുന്ന ചെടികളിൽ കൂടി സുഗന്ധ പുഷ്പങ്ങൾ ഉണ്ടായി. ലക്ഷക്കണക്കിന് പശുക്കൾ, കുതിരകൾ, 30 കോടി ഭാരം സ്വർണം എന്നിവ ശ്രീരാമൻ ഉത്തമ ബ്രാഹ്മണർക്ക് ദാനം ചെയ്തു. കൂടാതെ വസ്ത്രങ്ങൾ, ആഭരണങ്ങൾ, മാലകൾ മുതലായവയും അവർക്ക് നൽകി. നാനാവർണ്ണങ്ങളിലുള്ള രത്നങ്ങൾ കോർത്തതും ഉജ്ജ്വല ശോഭയുള്ളതും അതുല്യവുമായൊരു സ്വർണ്ണമാല ശ്രീരാമൻ സുഗ്രീവന് നൽകി. അംഗദന് 2 തോൾവള കൊടുത്തു. സ്വർണ്ണമയമായ മഹാമേരുവും 3 ലോകവും ഒന്നിച്ചു ചേർത്താലും വിലയ്ക്ക് തുല്യമാകാത്തൊരു മാല ശ്രീരാമൻ സീതാദേവിക്ക് നൽകി. ആ മാല കഴുത്തിൽ നിന്നും ഊരി കയ്യിൽ പിടിച്ചുകൊണ്ട് പുഞ്ചിരിയോടുകൂടി സീതാദേവി ശ്രീരാമൻ്റെയും ഹനുമാന്റെയും മുഖത്തേക്കും ഇടയ്ക്ക് രത്നഹാരത്തിലേക്കും അർത്ഥവത്തായി നോക്കി. സീതാദേവിയുടെ മനോഭാവം മനസ്സിലാക്കിയ ശ്രീരാമൻ ഇങ്ങനെ പറഞ്ഞു: സുന്ദരി, ഈ കാണുന്നവരിൽ ഇഷ്ടമുള്ളവർക്ക് ഈ മാല കൊടുത്തുകൊള്ളൂ. നിന്റെ ആഗ്രഹത്തിന് തടസ്സമുണ്ടാക്കാൻ ഇവിടെ ആരുമില്ല. അത് കേട്ട് ചിരിച്ചുകൊണ്ട് സീതാദേവി ഹനുമാനെ വിളിച്ച് ആ മാല കൊടുത്തു. മാലയണിഞ്ഞ് ശോഭിച്ച് പരമാനന്ദത്തോടെ കൈകൂപ്പിക്കൊണ്ട് നിൽക്കുന്ന ഹനുമാനെ അടുത്ത് വിളിച്ചിട്ട് സന്തോഷത്തോടെ ശ്രീരാമൻ പറഞ്ഞു: മാരുതപുത്ര, വേണ്ട വരങ്ങളെല്ലാം നീ മടിക്കാതെ ചോദിച്ചു കൊള്ളുക. ഹനുമാൻ ശ്രീരാമനെ വന്ദിച്ചിട്ട് പറഞ്ഞു: സ്വാമിൻ, അങ്ങയുടെ നാമവും ചരിത്രവും ഉള്ളിടത്തോളം കാലം എപ്പോഴും രാമനാമം കേട്ടുകൊണ്ട് ഭൂമിയിൽ ജീവിക്കാൻ എന്നെ അനുഗ്രഹിക്കണം. രാമനാമജപം, രാമനാമസ്മരണ, രാമനാമശ്രവണം എന്നിവയിൽ ഒരിക്കലും എനിക്ക് തൃപ്തി വരികയില്ല. ഇതല്ലാതെ ദയാനിധിയായ ഭഗവാനെ, എനിക്ക് ഒരു വരവും വേണ്ട. അങ്ങയുടെ പാദകമലങ്ങളിൽ എക്കാലവും അജഞ്ചലമായ ഭക്തി ഉണ്ടായിരിക്കാൻ അനുഗ്രഹിക്കണം. ശ്രീരാമൻ ഹനുമാനെ അനുഗ്രഹിച്ചുകൊണ്ട് പറഞ്ഞു: എൻ്റെ കഥ ഉള്ള കാലം വരെ നീ ജീവൻ മുക്തനായി കഴിയുക. ഭക്തി കൊണ്ട് മാത്രമേ ബ്രഹ്മത്വം നേടാൻ കഴിയൂ. അപ്പോൾ സീതാദേവി നിനക്ക് തനിയെ തന്നെ സുഖാനുഭവങ്ങൾ ഉണ്ടാകട്ടെ എന്ന് ഹനുമാനെ അനുഗ്രഹിച്ചു. സന്തോഷം കൊണ്ട് നിറഞ്ഞ കണ്ണുകളോടെ വീണ്ടും വീണ്ടും നമസ്കരിച്ചിട്ട് സീതാരാമന്മാരുടെ അനുവാദത്തോടെ ശ്രീരാമൻ്റെ പാദകമലങ്ങൾ ധ്യാനിച്ചുകൊണ്ട് ഹനുമാൻ തപസ്സിനായി ഹിമാലയത്തിലേക്ക് പോയി. അനന്തരം ശ്രീരാമൻ ഗുഹനെ വിളിച്ചു പറഞ്ഞു: അങ്ങ് ശൃംഗിവേരപുരത്തിലേക്ക് പോകൂ. എൻ്റെ കഥകൾ ഓർത്തുകൊണ്ട് ലൗകിക സുഖങ്ങളെല്ലാം അനുഭവിച്ച് ഏകഭാവത്തോടെ എന്നെ ഭജിച്ചുകൊണ്ട് വസിക്കൂ. വേണ്ടത്ര ദിവ്യവസ്ത്രങ്ങളും ആഭരണങ്ങളും ഗുഹന് നൽകി. വേർപിരിയുന്നതിൽ ദുഃഖമുണ്ടെങ്കിലും സ്നേഹപൂർവ്വം ആലിംഗനം ചെയ്ത് ഗുഹനെ ശ്രീരാമൻ യാത്രയാക്കി. അനന്തരം ഗുഹൻ ഗംഗാതീരത്തുള്ള ശൃംഗിവേരപുരത്തിൽ എത്തി താമസിച്ചു. വിലമതിക്കാൻ കഴിയാത്ത വസ്ത്രങ്ങൾ, ആഭരണങ്ങൾ, മാലകൾ, കുറിക്കൂട്ടുകൾ എല്ലാം വാനര നായകന്മാർക്ക് നൽകി ആലിംഗനം ചെയ്ത് കിഷ്കിന്ധയിലേക്ക് അയച്ചു. വിയോഗദുഃഖത്തോടെ സുഗ്രീവനും യാത്ര പറഞ്ഞ് കിഷ്കിന്ധയിലെത്തി സുഖമായി വസിച്ചു. സീതാദേവിയുടെ പിതാവായ ജനക മഹാരാജാവിനെ പ്രീതികരമായ വാക്കുകൾ പറഞ്ഞ് ശ്രീരാമൻ ആലിംഗനം ചെയ്തു. അനന്തരം സീതയെ കൊണ്ട് പുതിയ പട്ടുവസ്ത്രങ്ങളും ആഭരണം മുതലായവയും ജനകന് കൊടുപ്പിച്ച് അദ്ദേഹത്തെ വിദേഹ രാജ്യത്തേക്ക് യാത്രയാക്കി. കാശിരാജാവിന് സന്തോഷം ഉളവാകത്തക്ക വിധം വേണ്ട വസ്ത്രാഭരണം നൽകി അയച്ചു. മറ്റുള്ള രാജാക്കന്മാർക്കും വസ്ത്രങ്ങളും ആഭരണങ്ങളും മറ്റും നൽകി സന്തോഷപൂർവ്വം യാത്രയാക്കി. രാക്ഷസ രാജാവായ വിഭീഷണൻ ശ്രീരാമൻ്റെ പാദങ്ങളിൽ ഭക്തിപൂർവ്വം നമസ്കരിച്ചു. അപ്പോൾ ശ്രീരാമൻ പറഞ്ഞു: നീ സഹായിച്ചതുകൊണ്ടാണ് എനിക്ക് ശത്രുക്കളെ ജയിക്കാൻ കഴിഞ്ഞത്. നീ ആചന്ദ്രതാരകം ലങ്കയിലെ രാജാവായി വാഴുക. ശത്രുക്കളെ കൊണ്ട് ഒരു നാശവും നിനക്ക് ഉണ്ടാവുകയില്ല. വിഷ്ണു വിഗ്രഹം വെച്ച് പൂജിച്ചും വിഷ്ണുഭക്തനായി ശുദ്ധ മനസ്സോടെ ജീവൻ മുക്തനായി വാഴുക. ഇപ്രകാരം പറഞ്ഞ് ധാരാളം മുത്തും സ്വർണവും നൽകി ആലിംഗനം ചെയ്ത് വിഭീഷണനെയും യാത്രയാക്കി. വേർപിരിയുന്നതിലുള്ള ദുഃഖത്താൽ കണ്ണീർ പൊഴിച്ച് തൊണ്ടയിടറിക്കൊണ്ട് ഒരു വിധത്തിൽ വിഭീഷണൻ യാത്ര പറഞ്ഞു പിരിഞ്ഞു. ലങ്കയിലെത്തിയ വിഭീഷണൻ സ്നേഹിതന്മാരോടൊത്ത് സുഖമായി വസിച്ചു. ഇനി ശ്രീരാമൻ്റെ രാജ്യഭാര ഫലം. ശ്രീരാമൻ സീതയോടുകൂടി രാജഭോഗങ്ങൾ അനുഭവിച്ചുകൊണ്ട് വസിച്ചു. അശ്വമേധം തുടങ്ങിയ യാഗങ്ങൾ നടത്തി
പരിപാവനമായ കീർത്തി ലോകമെല്ലാം പരത്തി. എല്ലാ പ്രജകൾക്കും പരിപൂർണ സുഖം നൽകിക്കൊണ്ട് അദ്ദേഹം ലോകരെ പരിപാലിച്ചു. സ്ത്രീകൾക്ക് അക്കാലത്ത് വൈധവ്യ ദുഃഖം ഉണ്ടായില്ല. രോഗഭയം ആർക്കുമില്ലായിരുന്നു. ഭൂമി സസ്യസമൃദ്ധമായി. കള്ളന്മാരുടെ ഉപദ്രവം ഒരിടത്തും ഉണ്ടായിരുന്നില്ല. ബാലമരണം ഇല്ലാതായി. മഴ യഥാസമയം പെയ്തു. എല്ലാ മനുഷ്യരും ശ്രീരാമപൂജയിൽ തൽപരരായി. അവർ ശ്രീരാമനെ നിരന്തരം ധ്യാനിച്ചു. വർണ്ണാശ്രമധർമ്മങ്ങൾ മാറ്റമില്ലാതെ എല്ലാവരും അനുഷ്ഠിച്ചു. സഹാനുഭൂതിയുള്ളവരായി ജനങ്ങൾ. നല്ല കാര്യം മാത്രമേ അവർ വിചാരിച്ചിരുന്നുള്ളൂ. പരസ്ത്രീകളെ ദുർവിചാരത്തോടെ ആരും നോക്കുകയോ അന്യരുടെ ധനം ആഗ്രഹിക്കുകയോ ചെയ്തില്ല. പിതാവ് പുത്രന്മാരെ എന്ന പോലെ ശ്രീരാമൻ പ്രജകളെ സംരക്ഷിച്ചു. അയോധ്യയിലെ പൗരന്മാർക്ക് പരലോക സുഖം പോലും നിസ്സാരമായി തോന്നി. വൈകുണ്ഠലോകത്തിന് തുല്യമായ സുഖം അവർക്ക് ലഭിച്ചു. പൗരന്മാരെല്ലാം ദുഃഖമോ ദുരാഗ്രഹമോ ഇല്ലാതെ സുഖമായി വസിച്ചു. ഇനി രാമായണത്തിൻ്റെ ഫലശ്രുതി. ശ്രീ പരമേശ്വരനാൽ പറയപ്പെട്ട അതിശ്രേഷ്ഠമായി അധ്യാത്മരാമായണം പഠിക്കുന്ന മനുഷ്യന് ആ ജന്മത്തിൽ തന്നെ മോക്ഷം ലഭിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. ഈ വിശിഷ്ടകൃതി പഠിക്കുന്നവർക്ക് നല്ല മിത്രങ്ങളെ ലഭിക്കും. ധനവും ധാന്യവും ധാരാളം ഉണ്ടാകും. ശത്രുനാശം ഉണ്ടാകും. ആരോഗ്യം വർദ്ധിക്കും. ദീർഘായുസ്സും ധനവും സുഖവും സകല അഭീഷ്ടങ്ങളും ലഭിക്കും. രാമായണം ഭക്തിപൂർവം പഠിക്കുകയോ പാരായണം നടത്തുകയോ ചെയ്യുന്നവർ മഹാപാപങ്ങളിൽ നിന്ന് പോലും തൽക്ഷണം മോചിതരാകും. ധനം ആഗ്രഹിക്കുന്നവർക്ക് ധാരാളം ധനമുണ്ടാകും. പുത്രനെ ആഗ്രഹിക്കുന്നവർക്ക് സൽപുത്രനുണ്ടാകും. വിശിഷ്ട വ്യക്തികളുടെ അംഗീകാരം ലഭിക്കും. വിദ്യ ആഗ്രഹിക്കുന്നവൻ മഹാപണ്ഡിതനാകും. വന്ധ്യ രാമായണ പാരായണം കേട്ടാൽ അവർക്ക് നല്ല സന്താനങ്ങൾ ഉണ്ടാകും. ധനം ആഗ്രഹിക്കുന്നവൻ ധനവാനായിത്തീരും. തടസ്സങ്ങളെല്ലാം ജയിക്കാൻ കഴിയും. വലിയ ദുഃഖമുള്ളവൻ സുഖമുള്ളവനാകും. ഭയന്നവൻ നിർഭയനായി മാറും. രോഗബാധിതൻ രോഗമുക്തനാകും. ആദി ഭൗതികവും ആദി ദൈവികവും ആധ്യാത്മികവുമായ ദുഃഖങ്ങളെല്ലാം രാമായണ പാരായണം, ശ്രവണം, പഠനം എന്നിവയാൽ ഇല്ലാതാകും. ദേവന്മാർ, ഋതുക്കൾ, താപസന്മാർ മുതലായവർ വളരെ വേഗം പ്രസാദിക്കും. പാപമെല്ലാം നശിക്കും. ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം എന്നീ പുരുഷാർത്ഥങ്ങൾ നേടാൻ കഴിയും. ശ്രീ പരമേശ്വരൻ ശ്രീ പാർവതിക്ക് ഉപദേശിച്ചു കൊടുത്ത ഈ അധ്യാത്മരാമായണം നിത്യവും മനഃശുദ്ധി, ഗുരുഭക്തി എന്നിവയോടെ പഠിക്കുകയോ കേൾക്കുകയോ ചെയ്താൽ സകല അഭീഷ്ടങ്ങളും സിദ്ധിക്കും. പരമാർത്ഥമായ രാമായണ കഥ വളരെ സന്തോഷത്തോടും ഭക്തിയോടും കൂടി കിളിമകൾ പറഞ്ഞ് അവസാനിപ്പിച്ചു. ഇത് കേട്ട മഹാലോകരെല്ലാം സന്തുഷ്ടരായി. ഇതോടുകൂടി യുദ്ധകാന്ഡം ഇവിടെ സമാപിച്ചു. ശുഭം. എല്ലാവർക്കും നമസ്കാരം. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ.